ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. കുറേ നാൾക്ക് ശേഷം നമ്മളിതാ നല്ലൊരു റെഗുലർ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഇനി മുതൽ അങ്ങോട്ട് റെഗുലറായിട്ട് വീഡിയോ ഉണ്ടാവും. DeepSeek AI ചൈന, ഇതാണ് ഇൻ്റർനെറ്റിൽ മൊത്തം ഇപ്പോൾ. ഒരു സൈഡിൽ ChatGPT ഊക്കിക്കൊണ്ടുള്ള മീമുകൾ, ഒരു സൈഡിൽ സ്റ്റോക്ക് മാർക്കറ്റ് തകർന്നതിൻ്റെ ടെൻഷനുകൾ, എന്തൊക്കെയാണ് നടക്കണേ. അപ്പോൾ ഈ ഒരു വീഡിയോയ്ക്കകത്ത് ഞാൻ എക്സാക്ട്ലി പറഞ്ഞുതരാൻ പോകുന്നത് എന്താണ് DeepSeek AI, എന്തുകൊണ്ടാണ് വെസ്റ്റേൺ സ്റ്റോക്ക് മാർക്കറ്റ് ഒരു AI ആപ്പ് ലോഞ്ച് ചെയ്തപ്പോൾ ഇടിഞ്ഞത്, അതുപോലെ തന്നെ എന്തൊക്കെയാണ് ഇതിൻ്റെ സെക്യൂരിറ്റി കൺസേൺസ് എന്നും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയാണ്. ഞാൻ ഇഷ്ടംപോലെ വീഡിയോസ് നമ്മുടെ മലയാളത്തിൽ നോക്കി, പക്ഷെ ഒന്നിലും തന്നെ വളരെ അക്യുറേറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഒന്നും കണ്ടില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഫസ്റ്റ് ഓഫ് ഓൾ DeepSeek AI എന്ന് പറയുന്നത് നമ്മുടെ ChatGPT പോലെ തന്നെ നമുക്ക് ചാറ്റ് ചെയ്ത് നമുക്ക് റെസ്പോൺസുകൾ കിട്ടുന്ന തരത്തിലുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. നിങ്ങളുടെ കമ്പ്യൂട്ടർ വഴി വെബിൽ ആക്സസ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ഫോൺ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഇനി ഐഫോണിൻ്റെ അകത്താണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ ആപ്പ് സ്റ്റോറിൻ്റെ അകത്ത് ഈ ഒരു ആപ്പിൻ്റെ ഡൗൺലോഡ്സ് 2.7 മില്യണിനും അപ്പുറമാണ്. 2.7 മില്യൺ ഡൗൺലോഡ്സ് എന്ന് പറയുന്നത് ദിവസങ്ങൾക്കുള്ളിൽ കിട്ടിയതാണെന്നുള്ളത് നിങ്ങൾ എപ്പോഴും ഒന്ന് മൈൻഡിൽ വെച്ചിരിക്കുന്നത് നല്ലതാണ്. DeepSeek AI അവരുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു R1 മോഡൽ AI ലോഞ്ച് ചെയ്തിട്ടാണ് ഇത്രയും വലിയൊരു കോൺട്രവേഴ്സി ക്രിയേറ്റ് ചെയ്തത്. ഇതിനകത്ത് കോൺട്രവേഴ്സി എന്ന് ഒരു വേർഡ് ഞാൻ ഉപയോഗിച്ചതിന് കുറേ കാരണങ്ങളുണ്ട്, ഞാൻ അതിലേക്ക് വരാം. DeepSeek AIക്ക് ഇത്ര അറ്റൻഷൻ കിട്ടാനായിട്ട് രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, ഇതിൻ്റെ ബഡ്ജറ്റ്. ഏകദേശം $6 മില്യൺ ഉപയോഗിച്ചിട്ടാണ് ഇത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അതായത് ChatGPT പോലുള്ള മറ്റ് പ്ലാറ്റ്ഫോംസിൻ്റെ അകത്ത് അവർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള പ്രൈസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഭയങ്കര ചീപ്പാണ്. അറ്റ് ദ സെയിം ടൈം ഇതിൻ്റെ അഡ്വാൻസ് കേപ്പബിലിറ്റീസ്. അതുമാത്രമല്ല, ഇതൊരു ഓപ്പൺ സോഴ്സ് ആയിട്ട് എല്ലാവർക്കും ആക്സസ് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. അവിടെ ഞാൻ നേരത്തെ പറഞ്ഞ കോൺട്രവേഴ്സി എന്ന് പറഞ്ഞിട്ടുള്ള വേർഡ് ഞാൻ ഉപയോഗിച്ചത് എന്തെന്നറിയോ? ചിലർ പറയുന്നു ഇത് ഓപ്പൺ സോഴ്സ് ആണെന്നുള്ളത്, ചിലർ പറയുന്നു നമുക്ക് എല്ലാ രീതിയിലും ഇതിനെ ഓപ്പൺ സോഴ്സ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ജസ്റ്റ് ചില ഇൻ്റഗ്രേഷൻസ് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ എന്ന്. റെഡിറ്റ് തുറന്നു കഴിഞ്ഞാൽ ഒരു സൈഡിൽ DeepSeek AI സപ്പോർട്ട് ചെയ്യുന്നവരും മറു സൈഡിൽ DeepSeek AI സപ്പോർട്ട് ചെയ്യാത്തവരും തമ്മിലുള്ള അടിയും വഴക്കുമൊക്കെയാണ്. ജാനുവരി 28 2025 ഈ ആപ്പ് ലോഞ്ച് ചെയ്തപ്പോഴത്തേക്കും ഇങ്ങ് അമേരിക്കയിലുള്ള സ്റ്റോക്കുകൾ എങ്ങനെ ഇടിഞ്ഞു എന്നുള്ളത് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും അല്ലേ? അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ NVIDIA ആണ് ഇപ്പോൾ കറൻ്റ്ലി നമ്മുടെ ലോകത്തിലുള്ള ഏറ്റവും വലിയ അല്ലെങ്കിൽ ഏറ്റവും വാല്യുവേറ്റഡ് ആയിട്ടുള്ള ഒരു AI ചിപ്പ് ഡെവലപ്പേഴ്സ്. അപ്പോൾ DeepSeek AI ഇത്ര അഡ്വാൻസ് ഫീച്ചേഴ്സും ഇത്രയും വലിയ കേപ്പബിലിറ്റീസും ആൻഡ് വളരെ ചെറിയ ഡെവലപ്മെൻറ്റ് കോസ്റ്റും ആയിട്ട് ഇങ്ങനൊരു സാധനം ലോഞ്ച് ചെയ്യപ്പോൾ ആളുകളുടെ ചിന്ത എന്താണ്? അവർ ഇൻവെസ്റ്റ് ചെയ്ത NVIDIA പോലെയുള്ള വലിയ 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 ബ്രാൻഡുകളുടെ വാല്യുവേഷനിൽ അല്ലെങ്കിൽ AI ജയൻസിൻ്റെ വാല്യുവേഷനിൽ അവർക്ക് കുറച്ച് കൺസേൺ ഉണ്ടായി. കാരണം മറു സൈഡിൽ ചൈന ഇത്രയും ചീപ്പായിട്ട് ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് അതും NVIDIAയുടെ വളരെ പഴയ ഒരു ചിപ്പ് ഉപയോഗിച്ചിട്ടാണ് ഈ DeepSeek AI ചെയ്തിട്ടുള്ളത്, ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ചെയ്യപ്പോൾ അവരുടെ പൈസ മൊത്തവും കൊണ്ട് NVIDIA പോലെയുള്ള ബ്രാൻഡുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനേക്കാളും ഈ ചൈനീസ് കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതല്ലേ നല്ലത് എന്ന് കോമൺ സെൻസ് വെച്ചിട്ട് അവർ ആലോചിക്കുന്നതാണ്. $1 ട്രില്യൺ ടെക് സ്റ്റോക്കുകളാണ് ഈ ഒരു DeepSeek AI എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പ് ലോഞ്ച് ചെയ്തപ്പോഴത്തേക്കും മാർക്കറ്റിൽ നിന്ന് സെൽ ഓഫ് ആയി പോയത്. NVIDIA എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ സ്റ്റോക്ക് പ്രൈസിലും വലിയൊരു ഇടിവ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാവുന്നത് DeepSeek AI ചൈന ജയിച്ചു, ബാക്കിയുള്ള കമ്പനികളെല്ലാം പൂട്ടിക്കെട്ടാൻ പോവാണ് എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. ഇവിടെ ഒരു ചെറിയൊരു ടേൺ എടുക്കുന്നുണ്ട്, ഒരു ട്വിസ്റ്റ്. ആ ട്വിസ്റ്റ് പറയുന്നതിന് മുന്നേ ഈ DeepSeek AI എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്, അതിൻ്റെ ഹാർഡ്വെയർ യൂട്ടിലൈസേഷനെ കുറിച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. NVIDIAയുടെ H800 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പഴയ ചിപ്പ് യൂസ് ചെയ്തിട്ടാണ് ഇവർ ഇത്രയും അഡ്വാൻസ്ഡ് ആയിട്ടും ഇത്രയും എൻഹാൻസ്ഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സും വെച്ച് ഒരു AI പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. റെഡിറ്റിൽ ഞാൻ പോയ സമയത്ത് അതിനകത്ത് കിടന്ന ഒരു റൈറ്റിംഗ് ആണ്. ഇത് സത്യമാണോ എന്നുള്ളത് എനിക്ക് വെരിഫൈ ചെയ്യാൻ പറ്റിയില്ല, പക്ഷേ സ്റ്റിൽ ഞാൻ നിങ്ങളോട് പറയാം. ഈ DeepSeek AIയുടെ ഫൗണ്ടർ എന്ന് പറയുന്നത് ലിയാൻ വെൻഫെങ് ആണ്. ഈ ലിയാൻ വെൻഫെങ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പുള്ളിക്കാരൻ ആക്ച്വലി ഒരു ട്രേഡിംഗ് അല്ലെങ്കിൽ എക്സ്പോർട്ടിംഗ് ബിസിനസ്സോ അങ്ങനെ എന്തോ ഒരു സെറ്റപ്പ് ഉണ്ടായിരുന്നു. പുള്ളിക്കാരൻ്റെ കയ്യിൽ എക്സ്പോർട്ട് ചെയ്യാൻ പറ്റാതെ കിടന്ന കുറേ പഴയ NVIDIAയുടെ H800 ചിപ്സെറ്റാണ് ഈ DeepSeek AI ഡെവലപ്പ് ചെയ്യാനായിട്ട് അവർ ഉപയോഗിച്ചിട്ടുള്ളതെന്ന് പറയുന്നു. ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള സോഴ്സും കറക്റ്റായിട്ടുള്ള സാധനങ്ങളും നമുക്ക് വെരിഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഞാൻ കുറേ തിരഞ്ഞു, ബട്ട് മേ ബി ഇതിനെക്കുറിച്ച് കുറച്ചുകൂടി ക്ലാരിറ്റി വരുമ്പോൾ ഞാൻ വേറൊരു വീഡിയോ ഇടാം. ഓവറോൾ നോക്കുന്ന സമയത്ത് DeepSeek AI എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്പ് നമ്മുടെ ഫോണിൻ്റെ അകത്ത് ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്കിത് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ChatGPT പോലെ തന്നെ ഇരിക്കുന്ന എന്നാൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ളതും എന്നാൽ ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരു AI പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ഒരു AI ആപ്പ്. ഇനിയാണ് നമ്മുടെ ട്രാജിക് സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയും നേരം നമ്മൾ സംസാരിച്ചത് ഒരു ആപ്പ് ലോഞ്ച് ചെയ്തു,
ഇപ്പോൾ ഉള്ള പല വലിയ AI ആപ്പിനേക്കാളും മികച്ചതായിട്ടുള്ളൊരു ആപ്പ്. ഒരുപാട് ആളുകൾ അതിനകത്ത് അട്രാക്റ്റഡ് ആയി, ഒരുപാട് ആളുകൾ യൂസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. ആൻഡ് ഇപ്പോഴും ഈ ഒരു ആപ്പിൻ്റെ സെർവർ വർക്ക് ആവുന്നില്ല, കാരണം അത്രത്തോളം യൂസേഴ്സ് ഇതിൻ്റെ അകത്ത് കയറിയിരിക്കുവാണ്. എന്നാൽ ഇതിനകത്തൊരു ചെറിയൊരു പ്രശ്നമുണ്ട്. കഴിഞ്ഞ 5 വർഷത്തെ നമ്മുടെ ഡേറ്റ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം പല കൺട്രീസിൽ നിന്നായിട്ട്, ഇന്ത്യ, നേപ്പാൾ, അമേരിക്ക ഉൾപ്പെടെ പല കൺട്രീസും ചൈനീസ് ആപ്പുകൾ അല്ലെങ്കിൽ ചൈനീസ് ബിസിനസ്സുകളെ അത്രയ്ക്ക് അങ്ങ് പ്രൊമോട്ട് ചെയ്യുന്നില്ല. റീസെൻ്റ്ലി അമേരിക്കയിൽ ടിക്ടോക്ക് ബാൻ ആയതിൻ്റെ വേറൊരു റീസൺ എന്ന് പറയുന്നത് ഏഷ്യ അല്ലെങ്കിൽ ചൈന കണക്ഷൻസ് ആണ്. ഇതെല്ലാം പോട്ടെ, നമ്മുടെ ഇന്ത്യയിൽ തന്നെ എത്രത്തോളം ചൈനീസ് ആപ്പുകളാണ് ബാൻ ആയിട്ടുള്ളത്, എത്രത്തോളം ചൈനീസ് ആപ്പുകളാണ് അവർ റിജക്റ്റ് ചെയ്ത് അല്ലെങ്കിൽ പബ്ലിഷ് ചെയ്യാൻ സമ്മതിക്കാതെ ഇരുന്നിട്ടുള്ളത്. പ്രശ്നം വളരെ 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 ഗുരുതരമാവുന്നത് ഇവിടെ നിന്നാണ്. ഇതൊരു ചൈനീസ് ആപ്പാണ്, ഒരു ചൈനീസ് സ്റ്റാർട്ടപ്പാണ്. അതുകൊണ്ട് തന്നെ ഈ ആപ്പ് എപ്പോഴും ഒരു സസ്പീഷ്യസ് ആപ്പായിരിക്കും. കാരണം ഈ ആപ്പിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് എടുക്കുന്ന ഡേറ്റാസ് അവരെങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് ഒരിക്കലും പറയുന്നില്ല. ഈവൻ പല റിസർച്ചേഴ്സും പറയുന്നത് DeepSeek AI നമ്മുടെ കീ സ്ട്രോക്ക് വരെ സേവ് ചെയ്ത് വെക്കുന്നുണ്ട് എന്നുള്ളതാണ്. കീ സ്ട്രോക്ക് മീൻസ് നമ്മൾ എന്തൊക്കെ ടൈപ്പ് ചെയ്യുന്നുണ്ട്, നമ്മൾ എന്തൊക്കെയാണ് ബാക്ക്ഗ്രൗണ്ടിൽ ചെയ്യുന്നത്, ആൻഡ് നമ്മുടെ ഫോണിൻ്റെ അകത്തുള്ള പല ഇൻഫോർമേഷൻസും നമ്മൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് പലതും ഈ ഒരു AI പ്ലാറ്റ്ഫോം എടുക്കുന്നുണ്ട്. അത് ഈ ഒരു AI പ്ലാറ്റ്ഫോം മാത്രമല്ല, ChatGPT ഉൾപ്പെടെ പല AI പ്ലാറ്റ്ഫോംസും എടുക്കുന്നുണ്ട്. എന്നാൽ അവർക്ക് പ്രോപ്പറായിട്ടുള്ളൊരു സോഴ്സിംഗ് ഉണ്ട്, എവിടെയാണ് അവർ ഈ AI ഡേറ്റ മൊത്തം ഉപയോഗിക്കുന്നുള്ളത്. എന്നാൽ ഈ ChatGPT നല്ല പിള്ള കളിക്കുകയൊന്നും വേണ്ട. കാരണം ChatGPTയിൽ വർക്ക് ചെയ്തിരുന്ന ഒരു ഇന്ത്യൻ ഡെവലപ്പർ OpenAI ഡേറ്റ എത്രത്തോളം മിസ്യൂസ് ചെയ്യുന്നു എന്നുള്ളത് എക്സ്പോസ് ചെയ്തതിൻ്റെ തൊട്ടടുത്ത ദിവസം മരിച്ച നിലയിലാണ് കണ്ടെത്തിയത്. ബാക്ക് ടു അവർ DeepSeek. നമ്മുടെ കീ സ്ട്രോക്ക്, നമ്മുടെ ഫോണിൻ്റെ അകത്തുനിന്നുള്ള ഡേറ്റ, നമ്മുടെ പ്രൈവസി, ഇതൊക്കെ അവരെന്താണ് ചെയ്യുന്നതെന്നുള്ളത് നമുക്കറിയില്ല. എസ്പെഷ്യലി ദീസ് ആർ ചൈനീസ് ബ്രാൻഡ്സ് ആൻഡ് ഇതൊരു ചൈനീസ് കമ്പനിയാണ്. 200 വർഷത്തെ ഹിസ്റ്ററി നോക്കിയാൽ പോലും ഒട്ടും ട്രാൻസ്പെറൻ്റ് അല്ലാത്തൊരു കൺട്രിയാണ് ചൈന എന്ന് പറയുന്നത്. ഈ ചൈന എന്ന് പറയുന്ന രാജ്യം എങ്ങനെ ഈ ഡേറ്റ യൂസ് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് ആർക്കും അറിയില്ല. അതുകൊണ്ട് തന്നെ ഇറ്റാലിയൻ ഗവൺമെൻറ് ഇമ്മീഡിയറ്റ് ആയിട്ട് ഈ ഒരു ആപ്പിനെ ബാൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ DeepSeek AI പ്ലാറ്റ്ഫോം ഇറ്റലിയിൽ നമുക്ക് അവൈലബിൾ ആവില്ല. ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ട് കാര്യമായിട്ട് റിസർച്ച് ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് റെഡിറ്റിൻ്റെ അകത്ത് ഞാനൊരു വീഡിയോ കണ്ടത്. ആ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് ഒരാൾ വന്നിട്ട് ഒരു കോൺവെർസേഷൻ DeepSeek AI എടുത്ത് ചോദിക്കുകയാണ്. ആ ചോദിച്ച കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1984 വിൻസ്റ്റൺസിൻ്റെ ജോബ് എന്തായിരുന്നു എന്നുള്ളത്. അപ്പോൾ DeepSeek AI അതിന് റെസ്പോണ്ട് കൊടുക്കുന്നുണ്ട്. ഹിസ്റ്റോറിക്കൽ റെക്കോർഡ്സ് ഒക്കെ ഓൾട്ടർ ചെയ്യുക എന്നുള്ളതായിരുന്നു, അല്ലെങ്കിൽ അത് ഹിസ്റ്റോറിക്കൽ റെക്കോർഡ്സ് ഒക്കെ ഓൾട്ടർ ചെയ്തിട്ട് കറണ്ട് പാർട്ടിക്ക് അനുകൂലമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന തരത്തിലാണ് പുള്ളിക്കാരൻ്റെ ജോലി ഉണ്ടായിരുന്നത് എന്നുള്ള റെസ്പോൺസ് നമ്മുടെ DeepSeek AI കൊടുത്തു. എന്നിട്ട് അടുത്ത ക്വസ്റ്റ്യൻ ആ സ്ക്രീൻ റെക്കോർഡിങ്ങിൻ്റെ അകത്ത് ചോദിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും കൺട്രി കറൻ്റ്ലി അത് ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതാണ്. അപ്പോൾ DeepSeek AI കൊടുത്ത മറുപടി അതാണ് ഷോക്കിംഗ്. കാരണം DeepSeek AIയുടെ ആൻസേഴ്സിൽ കറക്റ്റായിട്ട് കാണാൻ പറ്റും നോർത്ത് കൊറിയ, ചൈന. ഈ ചൈന വരെ എത്തിയപ്പോഴത്തേക്കും ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓട്ടോമാറ്റിക്കലി DeepSeek AI മൊത്തത്തിൽ അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു, അതായത് സെൻസർ ചെയ്ത് കളഞ്ഞു എന്ന് പറഞ്ഞു. ഇത് ഒരൊറ്റ റിപ്പോർട്ട് മാത്രമാണ്. ഇതേപോലെ ഒരുപാട് യൂസേഴ്സ് ചൈന, തായ്വാൻ റിലേറ്റഡ് ആയിട്ടുള്ളതും ഹോങ്കോങ് റിലേറ്റഡ് ആയിട്ടുള്ള പല ക്വസ്റ്റ്യൻസും സെൻസർ ചെയ്ത് കളയുന്നു, അല്ലെങ്കിൽ ചൈനയെക്കുറിച്ചിട്ടുള്ള ചില ആക്ച്വൽ ഫാക്ട്സ് പുറത്ത് കൊണ്ടുവരുന്നില്ല, അത് പറയുന്നില്ല, ഭയങ്കരമായിട്ട് ഫാബ്രിക്കേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് DeepSeek AIക്ക് എതിരെ ആളുകൾ ഉന്നയിക്കുന്ന ഏറ്റവും ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള സംഭവം. സോ ഓവറോൾ പറയുന്ന സമയത്ത് DeepSeek AI നല്ലൊരു പ്ലാറ്റ്ഫോം തന്നെയാണ്, നല്ലൊരു പവർഫുൾ ആയിട്ടുള്ള AI പ്ലാറ്റ്ഫോം തന്നെയാണ്. പക്ഷേ നമ്മുടെ ഡേറ്റ സെക്യൂരിറ്റി എന്ന് പറയുന്നത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. ഡേറ്റ സെക്യൂരിറ്റി ഇത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സമയത്ത് ആളുകൾ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി കൺസേൺഡ് ആയിട്ടുണ്ട്, ഞാൻ ഈ ആപ്പ് ഉപയോഗിക്കണോ വേണ്ട എന്നുള്ളത്. എന്നാൽ അൺഫോർച്ചുനേറ്റ്ലി ChatGPTയിൽ നിന്ന് DeepSeek AIയിലോട്ട് എല്ലാവരും പോയി കിടക്കുവാണ്. ആൻഡ് വേറൊരു കാര്യം നോക്കി കഴിഞ്ഞാൽ ChatGPTയിൽ നമുക്ക് പൈസ കൊടുക്കണം, ഇതിനകത്ത് നമുക്ക് ആ ഫീച്ചേഴ്സ് എല്ലാം ഫ്രീ ആയിട്ട് കിട്ടും. അപ്പോൾ എൻ്റെ സജഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഡേറ്റ നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. നിങ്ങൾ ChatGPT എടുത്ത് നിങ്ങളുടെ പാസ്വേഡ്, ഇമെയിൽ ID ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത് അതേപോലെ എടുത്തുകൊണ്ട് പോകും. പിന്നെ നിങ്ങളുടെ ഫോണിൻ്റെ അകത്ത് എന്തൊക്കെ പെർമിഷൻസ് ആണ് ഓരോ ആപ്പ് എടുക്കുന്നതെന്നുള്ളത് കറക്റ്റായിട്ടൊന്ന് നോക്കി വെച്ചോളാം. ഇതിനെക്കുറിച്ചിട്ട് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് കൊടുത്തിരിക്കാം. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. എന്തെങ്കിലും അപ്ഡേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ഇതിൻ്റെ പുറകെ ഇടണമെന്നുണ്ടെങ്കിൽ ലെറ്റ് മീ നോ.